ഓരോരുത്തർ സ്വീകരിക്കുന്ന രീതിയാണല്ലോ. വേറൊരാൾ എഴുതി വെച്ചൊരു കാര്യം മറ്റുള്ളവർ എങ്ങനെ എടുക്കുന്നു എന്നുള്ളതാണല്ലോ. അപ്പം എല്ലാവരുടെ ഇഷ്ടത്തിനുള്ള ഒരു ലെറ്റർ അങ്ങനെയായിട്ട് ഒരാൾക്ക് എഴുതാൻ പറ്റത്തില്ലല്ലോ. ഒരാൾ ഞാൻ എൻ്റെ ഒരു പോസ്റ്റ് ഇട്ടേക്കുന്നു, ഞാൻ എൻ്റെ മനസ്സിൽ തോന്നിയ കാര്യങ്ങളാണ്, ഞാൻ എൻ്റെ ലാംഗ്വേജിലാണ് നമ്മളത് കുറിച്ച് വെച്ചേക്കുന്നത്. അതേ അലി തന്നെ അത് ചെയ്യുമ്പോൾ, ഇപ്പം അലി ഒരു ഇൻ്റർവ്യൂ ചെയ്യുന്നു, ഇപ്പം BBC ന്യൂസിൽ ഇൻ്റർവ്യൂ ചെയ്യുന്ന പോലെ അലി ഇൻ്റർവ്യൂ ചെയ്യത്തില്ലല്ലോ. അപ്പോൾ അലിക്ക് അലിയുടേതായ ഒരു സംസാര ശൈലിയുണ്ട്. ആ ലാംഗ്വേജിലൂടെ ആയിരിക്കും അലി ഇൻ്റർവ്യൂ ചെയ്യുന്നത്. വേറൊരാൾ ഇപ്പോൾ ദിനു അല്ലെങ്കിൽ വേറൊരു ഒരു ആങ്കർ ആയിക്കോട്ടെ, അവരുടെ ശൈലിയിലാണ്. അപ്പം എല്ലാവരും ഒരേപോലെയാണ് ആങ്കർ ചെയ്യുന്നത് അല്ലെങ്കിൽ എഴുതി വെക്കുന്നതെങ്കിൽ ഇതെല്ലാം കോപ്പി പേസ്റ്റ് ചെയ്താൽ പോരെ. അതിനെ കോപ്പി അടിയെന്നല്ല പറയുന്നത്, അങ്ങനെയല്ലല്ലോ. ഇത് അവരവരുടെ ലാംഗ്വേജിനനുസരിച്ച് അവരവർ എഴുതി വെക്കുന്നു എന്നുള്ള ഒരു കാര്യമാണ്. ആ എഴുത്തിനാണ് പിന്നീട് അല്ല, ഒരു വിഷയം വന്നപ്പം പലരും ട്രോളായിട്ടും ഓരോ രീതിയായിട്ടും അതിനെ പലരുടെ രീതിയിൽ അതിൻ്റെ അകത്ത് അഭിപ്രായം പറഞ്ഞു. അങ്ങനെയാണല്ലോ. എന്തുകൊണ്ട് മുരളി ഗോപി ഇതിനെക്കുറിച്ച് ഒന്നും സംസാരിക്കുന്നില്ല എന്ന് ചിന്തിച്ചു. ഒരു പോസ്റ്റ് ഇപ്പോൾ ഷെയർ ചെയ്യുന്നില്ല. പൃഥ്വിരാജ് ലാലാട്ട് ഇടുന്ന് ഷെയർ ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസം പൃഥ്വിരാജ് ആദ്യം ഒരു പോസ്റ്റ് ഇട്ടു, നമ്മുടെ പ്രണവിൻ്റെ പോസ്റ്റാണോ, പ്രണവിനെ കാണിച്ചുകൊണ്ട് പൃഥ്വിരാജാണ് ആദ്യം ഇട്ടത്. അതാണ് ആൻ്റണി പെരുമ്പാവൂർ ഷെയർ ചെയ്യുന്നത്. അത് തന്നെയാണ് ലാലേട്ടനൊക്കെ ഷെയർ ചെയ്തത്. എന്തുകൊണ്ടാണ് മുരളി ഗോപി ഇതുവരെ ഒന്നും മിണ്ടുന്നില്ല, ഒരു പോസ്റ്റ് പോലും ഷെയർ ചെയ്യുന്നില്ല? അതിനുശേഷം അതിനെക്കുറിച്ച് ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ എന്ന നിലയ്ക്ക് അദ്ദേഹം ഇതിനോടൊക്കെ ഒരു ഉത്തരവാദിത്തമുള്ള ഒരു വ്യക്തിയല്ലേ? അല്ല, അതിൻ്റെ ഉത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് അദ്ദേഹത്തോട് തന്നെ ചോദിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം പറയേണ്ട ഇതാണല്ലോ. അതിപ്പോൾ എങ്ങനെയാണ് അദ്ദേഹം എന്താണ് പ്രതികരിക്കാത്തതെന്ന് ഞാനിപ്പോൾ ഇവൻ അതിനൊരു ഉത്തരം പറയാനായിട്ട് പറ്റത്തില്ല. പക്ഷെ അതിൽ നിന്നും നമ്മളൊരു പ്രേക്ഷകൻ എന്ന നിലയിലേക്ക്, നമ്മളൊരു സാധാരണ ആളെന്ന നിലയിൽ, പ്രൊഡ്യൂസർ മാറിയിരിക്കുന്നത് സാധാരണ ഒരു അല്ല. ഒരുപക്ഷെ പുള്ളി ഇപ്പോ ഒരുപക്ഷെ പുള്ളി ഇപ്പൊ അതിന്റെ ഒരു വലിയ ടോക്ക് ഇപ്പൊ പൊക്കോണ്ടിട്ടിരിക്കുകയാണ്. ചാനൽ ചർച്ചകളിൽ പോലും പലരും അതിനെപ്പറ്റി പ്രതികരിക്കുന്നു. ഇപ്പൊ നമ്മുടെ ഒരു കാര്യം നമ്മളിപ്പോൾ അത് പറയണ്ട, ഇപ്പൊ അതിനെപ്പറ്റി ഒരു കമന്റ് പറയണ്ട എന്ന് ഉദ്ദേശിച്ചുകൊണ്ടിട്ട് പുള്ളി മാറി നിൽക്കുന്നതായിരിക്കാം. ഒരുപക്ഷെ കുറച്ച് കഴിയുമ്പോൾ പുള്ളിയുടെ ഒരു വേർഷനിലുള്ള കാര്യം പുള്ളി അവതരിപ്പിക്കുമായിരിക്കും. അത് നമുക്കറിയത്തില്ല. ഇപ്പം നമ്മളായിട്ടൊന്നും പോയി പറയണ്ട എന്നുള്ള രീതിയിൽ മാറി നിൽക്കാലോ ആർക്കും. പക്ഷെ അദ്ദേഹത്തിൻ്റെ അതൃപ്തി ഉണ്ടെന്നും കൂടെ തെളിയിക്കുന്നതല്ലേ പോസ്റ്റ് ഒന്നും ഷെയർ ചെയ്യാത്തത്? ഞാൻ പറഞ്ഞ പ്രൊഡ്യൂസർ ലിസ്റ്റൻഷിപ്പ് മാറിയിരിക്കും ഒരു പ്രേക്ഷകൻ എന്ന നിലയിലേക്ക്. ഞാനൊരു പ്രേക്ഷകൻ എന്ന നിലയിലേക്ക് എനിക്ക് അതൃപ്തി ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നത്. അല്ല, ഞാൻ പറയട്ടെ, ഇപ്പം സമൂഹത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര അരിശമുള്ള വ്യക്തികളുണ്ട്, ഭയങ്കര ഡിപ്ലോമസിയിൽ സംസാരിക്കുന്ന ആൾക്കാരുണ്ട്, ഭയങ്കര പാവമായിട്ടുള്ള ആൾക്കാരുണ്ട്. പറഞ്ഞു മനസ്സിലായി. അപ്പോൾ അല്ലെങ്കിൽ ഭയങ്കര ഈ കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന ടൈപ്പ് ഓഫ് ആളുകൾ ഇപ്പോൾ ഈവനുണ്ട്. ഇങ്ങനെ ഒരു സൊസൈറ്റി ആകുമ്പോൾ പല ടൈപ്പ് ഓഫ് ആളുകളുണ്ട്. ഞാൻ പറഞ്ഞപ്പം ആ ആൾക്ക് ഇപ്പം ഓക്കെ ഒരു പറച്ചിലിൻ്റെ ഇവിടെ ഒരു ആവശ്യമില്ല എന്ന് തോന്നിക്കാണാം. മനസ്സിലായോ? അപ്പോൾ അതായത് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇവിടെ ഒരു കമൻറ്റ് പറയേണ്ട കാര്യമില്ല, ഇവിടെ ഒരു സൈലൻ്റ് ആയിട്ട് ഇരിക്കുന്നതാണ് നല്ലതെന്ന് തോന്നാം. നമ്മുടെ സൈലൻസ് കുറച്ച് കഴിയുമ്പോൾ സൈലൻസും ഒരു പ്രതികരണമാണല്ലോ. ഈ ഒരു സൈലൻസ് എന്ന് പറയുന്നത് ഒരു ആൻസർ ആണല്ലോ. അല്ല, ആ സൈലൻസ് ആണ് നമുക്കൊക്കെ ചിന്തിക്കുന്ന ഇദ്ദേഹത്തിനും ഇപ്പോൾ പൃഥ്വിരാജിന്. അല്ല, അതാ ഞാൻ പറഞ്ഞത്, ചില സമയത്ത് സൈലൻസ് ഒരു ആൻസർ ആണെന്നാ ഞാൻ പറഞ്ഞത്. ആൻസർ ആണ്, അതാണ് കറക്റ്റ്. സൈലൻസ് ഒരു ആൻസർ ആണ്, തനിക്ക് അതിനകത്ത് യോജിപ്പില്ല എന്നുള്ള ഒരു ആൻസർ ആക്കി നമുക്ക് എടുക്കാം, വ്യാഖ്യാനിക്കാമെന്നാണ് പറഞ്ഞത്. നമുക്ക് എല്ലാവർക്കും വ്യാഖ്യാനിച്ചെടുക്കാം. എന്തായാലും നിലവിൽ ഇപ്പോൾ ഞാൻ അവസാനിപ്പിക്കുകയാണ്. നിലവിൽ പൃഥ്വിരാജിന് ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കുന്നതായിട്ട് തന്നെയാണ് നമുക്ക് എല്ലാവർക്കും തോന്നി എന്ന കാര്യത്തിൽ. അത് കൃത്യമായിട്ട് കഴിഞ്ഞ ദിവസം ആന്റണി പെരുമ്പാവൂർ പറയുന്നത് ഒരിക്കലും ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കാൻ ഞങ്ങൾ ആരും സമ്മതിക്കില്ല. അത് തന്നെയാണ് ഇന്നലെ ആർഷിഭാഷ് സിനിമാസിലെ ഒരു സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഇട്ടത്. അത് സ്വാതന്ത്ര്യത്തെ കുറിച്ച് ഒരു പോസ്റ്റ് ഇട്ടു. ഇവിടെ സ്വാതന്ത്ര്യമുണ്ട് എന്നൊരു പോസ്റ്റ് അവർ ഇട്ടിട്ടുണ്ട്. അതും അതിന്റെ ഭാഗമാണ്. പക്ഷെ പെട്ടുപോയതാണ് ഇവരൊക്കെ. അല്ല, അതാ ഞാൻ പറഞ്ഞത്. ഒരു സിനിമ എടുത്തു കഴിയുമ്പോൾ ഒരു സിനിമയുടെ ഹൈപ്പ്, പബ്ലിസിറ്റി അല്ലെങ്കിൽ അതിൻ്റെ അകത്തെ ഉള്ളടക്കം ഏത് രീതിയിലാണോ വ്യാഖ്യാനിക്കപ്പെടുന്നത്, എങ്ങോട്ടാണ് പോകുന്നതെന്ന് നമുക്ക് അറിയത്തില്ല. ഒരു സിനിമയുടെ കളക്ഷൻ ഇത് ഇത്ര രൂപ വരുന്ന ഇപ്പോൾ പടം കണ്ടിറങ്ങിയിട്ടിട്ട് ഞാൻ ഒരിക്കലും ഇപ്പോൾ ഓക്കെ ഇത് ഇത്രയും വലിയൊരു കളക്ഷൻ വരുന്നൊരു സിനിമയാണെന്ന് ഞാൻ ഒരിക്കലും ഓർത്തിട്ടില്ല. മനസ്സിലായി? അതായത് ഒരിക്കലും ഓർത്തിട്ടില്ല മീൻസ് അതായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ഓക്കെ ഇത്രയും തിയേറ്ററിലാണ് ഇറങ്ങിയേക്കുന്നത്, ഇത്രയൊക്കെ കളക്ഷൻ വരുമായിരിക്കാം. അതായത് ഒരു 40 ദിവസം കൊണ്ടിട്ട് വരേണ്ട കളക്ഷൻ ഒരു 5 ദിവസം കൊണ്ടിട്ട് വന്നേക്കുവാണ്. അപ്പം ഇത് എൻ്റെ സിനിമാ ജീവിതത്തിൽ പോലും ഞാനിത് ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പം എനിക്കൊരു അതിശയോക്തിയാണ് ആ കളക്ഷൻ കണ്ടപ്പോൾ തോന്നിയിട്ടുള്ളത്. കാരണം നമുക്കിപ്പോൾ ഇത്രയും തിയേറ്ററുകൾ ഇപ്പോൾ ഈവനുണ്ടല്ലോ. അപ്പം നമ്മളിത് കാണുവാണ്, നമ്മുടെ എല്ലാ തിയേറ്ററുകളിലും എല്ലാ ഷോസും തന്നെ ഫുള്ളായിട്ട് പൊയ്ക്കൊണ്ടിട്ടിരിക്കുക ഇപ്പോഴും. അല്ല, അതാണ് അപ്പം ഞാൻ പറഞ്ഞത്, അതൊരു വലിയൊരു കാര്യമാണല്ലോ. അപ്പം ഒരു സിനിമ കണ്ടു കഴിയുമ്പോൾ ഇങ്ങനെ നമ്മൾ പ്രതീക്ഷിക്കത്തില്ല ഇത്രയും കളക്ഷൻ വരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു ഡിബേറ്റേ നടക്കുകയുള്ളൂ, ഒരു തർക്കേ നടക്കുകയുള്ളൂ. മനസ്സിലായോ? കാരണം എന്താണെന്ന് വെച്ചാൽ അതിന് എല്ലാം ഇപ്പം ഒരു സിനിമയ്ക്കകത്ത് പറയുന്ന പോലെ ലാലേട്ടൻ്റെ ഡയലോഗിൽ തന്നെ വഴിമാറാ മുണ്ടക്കൽ ശേഖര എന്ന് പറയുന്ന പോലെ
ഇതുവരെയുള്ള എല്ലാ കളക്ഷനോടും വഴി മാറാൻ പറഞ്ഞിട്ട് എമ്പുരാൻ വേറെ ഇങ്ങനെ ഫ്ലൈ ചെയ്തുകൊണ്ടിട്ടിരിക്കുക. അത് ഇവിടെ മാത്രമല്ലല്ലോ, ഓവർസീസിൽ എന്താണ് കളക്ഷൻ? ഓവർസീസിലുള്ള ആദ്യത്തെ അഡ്മിഷൻ നമ്മുടെയൊക്കെ മറ്റ് സിനിമകൾ, പൃഥ്വിരാജിൻ്റെയൊക്കെ സിനിമയുടെ തന്നെ, അതായത് ടോട്ടൽ കളക്ഷൻ പ്രീ ബുക്ക്ഡ് ആയിട്ട് തന്നെ വന്നേക്കുവാണ് അഡ്മിഷൻ്റെ കാര്യത്തിൽ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അപ്പോൾ അത്രയും ഹൈപ്പ് ഈ പടത്തിന് അവിടെ എല്ലാം ചെന്നു എന്നുള്ളതാണ്. ഇവിടെ ഒരു കേരളത്തിൽ മാത്രമല്ല. അപ്പോൾ ഒരു റിസൾട്ടാണല്ലോ. ഇപ്പം എത്ര ഒരു കളക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞാലും നല്ല സിനിമയും കൂടെ ആണെങ്കിൽ മാത്രമാണ് ആക്ച്വലി അതിനെ പോയി കാണുക. അല്ലെങ്കിൽ റിവ്യൂ എത്ര ഹൈപ്പുള്ള സിനിമയാണെങ്കിലും റിവ്യൂ ഭയങ്കര മോശമാണെന്ന് പറയുന്ന ഇത് വന്നു കഴിഞ്ഞാൽ ആരും പോയി കാണത്തില്ല. അതാണ് സിനിമയുടെ ഒരു പ്രാക്ടീസ്. കാരണം ഈ സിനിമ ഒന്ന് കാണാറുണ്ട്, വെൽ മെയ്ഡ് സിനിമയാണ്, രാജു നന്നായിട്ടൊരു അതിനെ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എത്ര ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോഴും ആസ് എ ഡയറക്ടർ എന്നുള്ള രീതിയിൽ പൃഥ്വിരാജ് പ്രൂവ് ചെയ്തേക്കുവാണ്. ഒരു വലിയ ഒരു സംവിധായകനായിട്ട് വീണ്ടും മാറിയിരിക്കുകയാണ്, തെളിയിച്ചിരിക്കുകയാണ്. അതാണ് ഇപ്പം ഞാൻ പറയുന്നത്. ഇപ്പം നമുക്കിപ്പോൾ ഇനി പൃഥ്വിനെ സംബന്ധിച്ച് ഏത് ലാംഗ്വേജിലും ഏത് വലിയ സിനിമയും ചെയ്യാനായിട്ടുള്ള ഒരു വ്യക്തിയാണെന്നുള്ളതിനുള്ള ഒരു എക്സാമ്പിളൂടെയാണ് എമ്പുരാൻ. ഞാൻ ചെയ്ത് വെച്ചേക്കുന്ന വർക്ക് കണ്ടോ, ഉള്ളടക്കത്തിൻ്റെ കാര്യമല്ല ഞാൻ പറയുന്നത്. ഞാൻ പറഞ്ഞത് എൻ്റെ വർക്ക് കണ്ടോ എന്ന് കാണിക്കാനായിട്ട് ഇനി എവിടെയും പറ്റുന്ന ഒരു ഷോപ്പ് പീസാണ് ആക്ച്വലി എമ്പുരാൻ. ഇല്ല, ഇങ്ങനെയുള്ളൊരു ലിസ്റ്റിനും അറിയാം, നമുക്കെല്ലാവർക്കും അറിയാം പൃഥ്വിരാജിൻ്റെ ആടുജീവിതമൊക്കെ ഏറ്റവും നല്ല മനോഹരമായ. അത് പൊതുവെ ഇപ്പോൾ പറയുന്നത് ആടുജീവിതമൊക്കെ ഇപ്പം നാഷണൽ അവാർഡ് വരാതിരിക്കുന്ന ഒരു സമയം കൂടിയാണ്. ഇതെല്ലാം ഇതിനെ ഇപ്പം ബാധിക്കും എന്ന കാര്യത്തിലൊരു സംശയം. അത് അങ്ങനെയൊക്കെ ബാധിക്കില്ല ഇനിയിപ്പം പൃഥ്വിരാജിൻ്റെ ജീവിതത്തിൽ ഈ ഒരു സിനിമയോട് കൂടി? അങ്ങനെയല്ലേ, ഇപ്പം ഇതും കടന്നു പോവും. അങ്ങനെ എന്താണെന്ന് വെച്ചാൽ മനുഷ്യ ജീവിതത്തിൽ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ, നമുക്ക് പ്രായം കടന്നു പോകുന്നില്ലേ എന്ന് പറയുന്ന പോലെ ഈ സിനിമ കടന്നു പോകും. അടുത്ത വെള്ളിയാഴ്ച ഇനി വേണ്ട അടുത്ത 3-4 സിനിമകൾ വരുമോ. ജിംഖാനകൾ ഇപ്പോൾ വരാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നു, മമ്മൂക്കയുടെ ബസൂക്ക വരാനായിട്ട് ഇരിക്കുന്നു, മരണമാസം വരാനായിട്ടിരിക്കുന്നു. അപ്പോൾ ഇനിയുള്ള ചർച്ചകൾ അതിലേക്ക് പോവുകയാണ്, മനസ്സിലായി. ഇപ്പോൾ ഈ സിനിമയുടെ ഒരു ഇത് തീർന്നു, ഒരു ഹൈപ്പ് ഇപ്പം വരുന്നു. ഇതിൻ്റെ എക്സ്ട്രീം ലെവലിൽ എത്തിയല്ലോ. ഒരു ഹൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതല്ലല്ലോ. ഫേസ്ബുക്ക് തുറന്നാലും ശരി, ചാനൽ തുറന്നാൽ ശരി, അതായത് ഇതൊന്നും പൈസ മുടക്കാതെയുള്ളൊരു പബ്ലിസിറ്റി ആണെന്ന് ആലോചിക്കണം. എല്ലാ ചാനലും സംസാരിക്കുന്നു. മനോരമ പത്രത്തിൽ ഇന്നലെ മറ്റേ ഇവിടെ പാർലമെന്റിൽ ഇതായിരുന്നു സംസാരിച്ചത്. അപ്പൊ ആ ഒരു ലെവലിലേക്ക് ഈ സിനിമ കൊണ്ട് എത്തിക്കാനായിട്ട് പറ്റി എന്നുള്ളതാണ്. പൃഥ്വിരാജ് സിനിമയുടെ പ്രമേയമായിരിക്കുമല്ലോ അതിനെ എത്തിച്ചേക്കുന്നത്. പ്രമേയമായിരിക്കും, അത് ഉറപ്പായിരുന്നു. എന്തായാലും പൃഥ്വിരാജിന് ഒറ്റ തിരിഞ്ഞുള്ള ആക്രമണം എന്തായാലും സാധിക്കില്ല ഈ കേരളത്തിൽ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മളെല്ലാവരുടെയും ഒരു പ്രതികരണം ഉണ്ടാവും എന്ന കാര്യത്തിൽ ഉറപ്പിച്ചാണ് ലിസ്റ്റ് പറയാം. അല്ല, സിനിമ എന്ന് പറയുന്നത് പൃഥ്വിരാജിന്റെ മാത്രമല്ല എന്നാണ് ഞാൻ പറയുന്നത്. സിനിമ ശരിയാണ്, ഈസ് എ ഡയറക്ടർ. വേറൊരാൾ കഥ എഴുതി, സ്ക്രിപ്റ്റ് എഴുതി, സംഭാഷണം എഴുതി ഒരു പടത്തെ അദ്ദേഹം നല്ല ഭംഗിയായിട്ട് ഡയറക്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. ഒരാശയത്തെ പുള്ളി കേട്ട് പുള്ളി അതിനെ വന്നിട്ട് ഭംഗിയായിട്ട് കൈകാര്യം ചെയ്തേക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകേണ്ടത്. അതൊരു നിർമ്മാതാവില്ലേ കഥ കേട്ടിട്ട് നോ പറയാമല്ലോ, അല്ലെങ്കിൽ അതിനൊരു വലിയൊരു ഹീറോ ഇല്ലേ നോ പറയാമല്ലോ, അല്ലെങ്കിൽ അതിനൊരു വലിയ ക്യാമറമാനില്ലേ നോ പറയാമല്ലോ. ഇതിൻ്റെ അകത്തൊക്കെ ബാക്കിയുള്ള ആർട്ടിസ്റ്റുകളൊക്കെ ഉണ്ടല്ലോ. ഇപ്പം അതായത് ഇപ്പം മറ്റ് ഹീറോയോ അല്ലെങ്കിൽ മഞ്ജു ഒക്കെ ഇതിൻ്റെ അകത്ത് അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ അവരോട് ഇത് മാത്രമായിരിക്കത്തില്ലല്ലോ പറയുന്നത്. ഇപ്പോൾ നമ്മളൊക്കെ എത്രയോ ആർട്ടിസ്റ്റുകളോട് നമ്മൾ പറയുമ്പോൾ നമ്മൾ ആ ആർട്ടിസ്റ്റ് ചെയ്യാനുള്ള ആ ഒരു പോർഷൻ മാത്രമല്ല പറയാറ്. വലിയ ആർട്ടിസ്റ്റുകളോടാണ് ഞാൻ പറയുന്നത്. അല്ലാത്തുള്ള ചെറിയ ആർട്ടിസ്റ്റുകളോടൊക്കെ അവരോട് ചെയ്യാനുള്ള റോളിൻ്റെ മാത്രമേ ഉള്ളൂ പറയാറുള്ളൂ. അല്ലാത്തുള്ള വലിയൊരു ആർട്ടിസ്റ്റുകളോടൊക്കെ കഥയുടെ കാര്യങ്ങളൊക്കെ ഇതൊക്കെയാണ്. ഈ കഥയിൽ ഇന്ന റോളാണ് നിങ്ങൾ ചെയ്യേണ്ടത്, അപ്പം ഇതാണ് നിങ്ങളുടെ ഒരു വേർഷൻ എന്ന് പറയും. അപ്പോൾ ഇനി അഥവാ പറഞ്ഞില്ലെങ്കിലും ആർട്ടിസ്റ്റുകൾ തന്നെ ചോദിക്കുമല്ലോ എന്താണ് ഒരു ത്രൂ ഔട്ട് കഥ എന്ന് പറയുമ്പോൾ ഇവരൊക്കെ വലിയ നെയിമുകളുള്ള ആർട്ടിസ്റ്റുകളല്ലേ. അപ്പോൾ ഇവർ ചോദിക്കുമ്പോൾ ഓഫ് കോഴ്സ് രാജു പറയും അല്ല അത് ഞാൻ പറയത്തില്ല എന്ന് പറഞ്ഞിട്ട് ഇരിക്കത്തില്ലല്ലോ. ഞാൻ പറഞ്ഞ അല്ലേ, ഇവരെല്ലാം ഒരു വളരെ നല്ല ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കുന്നവരല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ ഓഫ് കോഴ്സ് അതെല്ലാം ഷെയർ ചെയ്യുമെന്നാണ് ഞാൻ പറഞ്ഞത്. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575.